പറയുകയാണ്, സ്തോത്രം, ഒന്നും നടക്കാൻ പോകുന്നില്ല, ദർശനമൊക്കെയും ഒക്കാതെ പോകും, സ്തോത്രം, കാലം നീണ്ടുപോകും. അവര് പറയുക ഒന്നും നടക്കത്തില്ല. യേശു വരുമെന്ന് പറഞ്ഞിട്ട് വർഷം 2000 ആയില്ലേ? യേശു വരാറായി എന്ന് നമ്മൾ പാടാൻ തുടങ്ങിയിട്ട് 2000-ത്തിലധികം വർഷമായി. ഇതുവരെ യേശു വന്നോ? ഇത് വെറുതെ പറയുന്നതാ. ഇനിയും കുറെ കാലം പോകും, ഇനിയും കുറെ കാലം നീണ്ടുപോകുമെന്നാണ് ആളുകൾ ധരിക്കുന്നത്. ഇസ്രായേൽ ജനം പറയുകയാണ്, പിന്നെ പ്രവാസത്തിലേക്ക് പോകുമെന്ന്. ഒന്നും പോകത്തില്ല. അവര് വിശ്വസിച്ചില്ല. വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം നിങ്ങൾക്ക്? അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ എസെക്കിയേലും ഇരമ്യാവും അല്ലാത്ത ബാക്കിയുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, നിരവധിയായ പ്രവാചകന്മാർ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരാരും എന്ത് ചെയ്തിട്ടില്ല? ഈ വിധം പ്രവചിച്ചില്ല. അവരെല്ലാം പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവം വിടുവിക്കും, ദൈവം രക്ഷിക്കും, ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു, ദൈവം നിനക്ക് അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള സമൃദ്ധിയുടെ പ്രസംഗമാണ് അന്നത്തെ പ്രവാചകന്മാർ മുഴുവനും ആ ജനത്തെ കേൾപ്പിച്ചത്. അവർ ആ പ്രവാചകന്മാരെ വിശ്വസിച്ചു. വരാൻ പോകുന്ന ദൈവിക ന്യായവിധിയെ കുറിച്ച് സത്യമായി പ്രവചിച്ച പ്രവാചകന്മാരെ അവര് തള്ളിക്കളഞ്ഞു. അവർ ഇരമ്യാവിനെ പിടിച്ച് ജയിലിൽ അടച്ചു കളഞ്ഞു. എസെക്കിയേലിനെ നാട് കടത്താൻ ശ്രമിച്ചു. അവരെയൊക്കെ ഓടിച്ചു കളയുകയാണ് ചെയ്തത്. പക്ഷേ എന്നാൽ ഞാൻ പറയട്ടെ, സത്യം പ്രവചിച്ച പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത വചനങ്ങൾ നിവൃത്തിയായതുപോലെ ഇന്ന് പകലും ഞാൻ വിളിച്ചു പറയുന്നു, ഒരു കൂട്ടം പ്രവാചകന്മാർ നമ്മുടെ വിരുദ് തെറ്റിക്കാൻ, ഒരു കൂട്ടം പ്രവാചകന്മാർ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ വ്യാജം പ്രവചിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുമ്പോൾ, യേശുവിന്റെ വരവ് ഈ കാലത്തൊന്നും ഇല്ലെന്ന് ആളുകൾ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിശ്വസിച്ച് അതിനകത്ത് പെട്ടുപോകുന്ന മനുഷ്യർ തള്ളപ്പെടും. എന്നാൽ അതിന്റെ നടുവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുങ്ങി കാത്തിരിക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ